ഹലോ എവ്രി വൺ വെൽക്കം ബാക്ക് ടു കെ സ്ക്വയർ. ഇന്നത്തെ വ്ളോഗ് ഞാനും എൻ്റെ ഫ്രണ്ട് ചിന്നും കൂടി ബ്രിസ്ബെയിനിലുള്ള ഒരു സൺഡേ മാർക്കറ്റിൽ പോയതിനെ കുറിച്ചാണ്. അപ്പോൾ രാവിലെ തന്നെ മീറ്റ് ചെയ്തിട്ട് ഒരു 7 ഒക്കെ ആയപ്പോൾ ബസ് എടുത്ത് കൾച്ചറൽ സെൻറ്റർ സ്റ്റേഷനിൽ ഇറങ്ങി. പിന്നെ അതിൻ്റെ അടുത്തുള്ള സൗത്ത് ബ്രിസ്ബെയിൻ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ട്രെയിൻ ബോർഡ് ചെയ്തിട്ടാണ് നന്ദ ഫാമേഴ്സ് മാർക്കറ്റിൽ ഞങ്ങൾ എത്തിയത്. സ്റ്റേഷനിൽ ഇറങ്ങുമ്പോൾ തന്നെ നമുക്ക് ഈ മാർക്കറ്റ് കാണാൻ പറ്റും, അത്രയും അടുത്താണ് ഈ മാർക്കറ്റ് ലൊക്കേറ്റ് ചെയ്തിട്ടുള്ളത്. പിന്നെ ഇങ്ങനെ ഫാമേഴ്സ് മാർക്കറ്റ്സിൽ നിന്ന് മേടിക്കുമ്പോൾ ഉള്ളൊരു ബെനിഫിറ്റ് എന്താണെന്ന് വെച്ചാൽ വി ആർ പർച്ചേസിങ് ഇറ്റ് ഡയറക്ട്ലി ഫ്രം ഫാമേഴ്സ് ആൻഡ് ലോക്കൽ സപ്ലയേഴ്സ്. അതുകൊണ്ട് തന്നെ വളരെ ഓർഗാനിക്കാണ് എല്ലാ സാധനങ്ങളും. പിന്നെ സൂപ്പർ മാർക്കറ്റ്സായിട്ടുള്ള പ്രൈസ് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ അങ്ങനെ വലിയ ഡിഫറൻസ് ഒന്നും എനിക്ക് തോന്നിയില്ല. ബട്ട് ക്വാളിറ്റി ആൻഡ് ഫ്രഷ്നെസ് വൈസ് ഇവിടെ തന്നെയാണ് വേ ബെറ്റർ. ഓൾസോ ഇവിടെ ജസ്റ്റ് ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ് അല്ല, ദേ ഓൾസോ ഹാഡ് നാച്ചുറൽ ഹണി, ബേക്ക്ഡ് ഐറ്റംസ്, ഫ്രഷ് ജ്യൂസസ്, പിന്നെ കുറേ ഫുഡ് സ്റ്റോൾസും ഉണ്ടായിരുന്നു. വി ഓൾസോ ട്രൈഡ് ഫ്യൂ ഐറ്റംസ് ലൈക്ക് ദിസ് പോക്സ് ക്യൂവർ, പിന്നെ ഒരു ഇറ്റാലിയൻ പേസ്ട്രി കോൾഡ് കനൗലി. അതിൻ്റെ ഉള്ളിൽ തന്നെ ഒരു ഡൈനിങ് സെറ്റപ്പ് ഉണ്ടായിരുന്നു, സോ അവിടെ ഇരുന്നാണ് കഴിച്ചത്. ഫൈനലി കുറച്ച് ബെറീസ് ആൻഡ് വെജീസ് ഒക്കെ മേടിച്ചിട്ട് പിന്നെ ഒരു ഓറഞ്ച് ജ്യൂസിൻ്റെ ഒരു ബോട്ടിലും മേടിച്ചിട്ടാണ് പിന്നെ അവിടെ നിന്ന് തിരിച്ചത്. പിന്നെ തിരിച്ചു പോകുന്ന വഴിക്കാണ് ഓർത്തത്, എന്നാൽ പിന്നെ ഇറങ്ങിയല്ലേ കുറച്ച് മീനും കൂടി മേടിച്ചുകൊണ്ട് പോകാമെന്ന് വെച്ച് അങ്ങനെയാണ് നേരെ ഇന്നാല മാർക്കറ്റിലേക്ക് വന്നത്. ഇന്നാല മാർക്കറ്റിൽ ബോത്ത് ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ് മാർക്കറ്റ് ആസ് വെൽ ആസ് ഫിഷ് മാർക്കറ്റും ഉണ്ട്. അപ്പോൾ ആദ്യം ഫിഷ് മാർക്കറ്റിലാണ് പോയത്. ഇവിടെ കുറേ വെറൈറ്റീസ് ഓഫ് ഫിഷും ഉണ്ട്, പിന്നെ എല്ലാം ഭയങ്കര ഫ്രഷും ആണ്. ഇങ്ങനെ ഒരു ടാങ്ക് ഉണ്ട് ഇവിടെ വേർ വി ക്യാൻ പിക്ക് ഔട്ട് ലൈവ് ഫിഷ് ആസ് വെൽ. പിന്നെ അവിടെ നിന്ന് കുറച്ച് മീനൊക്കെ മേടിച്ചിട്ട് ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ് മാർക്കറ്റിലേക്ക് കയറി. സൺഡേ മാർക്കറ്റിൽ നിന്ന് ഓൾറെഡി പർച്ചേസ് ചെയ്തുകൊണ്ട് ഇവിടെ നിന്ന് അധികം മേടിക്കാനൊന്നും ഇല്ലായിരുന്നു. പിന്നെ അപ്പോഴത്തേക്ക് നല്ല ടയേർഡായി, സോ ലഞ്ച് കഴിക്കാൻ അതിൻ്റെ ഉള്ളിൽ തന്നെയുള്ളൊരു വിയറ്റ്നാമീസ് റെസ്റ്റോറൻറ്റിൽ കയറി. അവരുടെ സ്പെഷ്യൽ ഡിഷാണ് ഫോ, വിച്ച് ഈസ് മെയ്ഡ് ഔട്ട് ഓഫ് റൈസ് നൂഡിൽസ്, ബ്രോത്ത്, മീറ്റ് ആൻഡ് ഹെർബ്സ്. അപ്പം പിന്നെ അവരുടെ ഒരു സിഗ്നേച്ചർ ഫോ ട്രൈ ചെയ്ത് നോക്കാമെന്ന് വെച്ചു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ അതൊക്കെ കഴിഞ്ഞ് മീറ്റ് മാർക്കറ്റിലും പിന്നെ കുറച്ച് കടകളിലൊക്കെ കയറിയിട്ട് wrap up ചെയ്തു. So that was all for today. See you all in the next vlog.